നമസ്കാരം. ഇന്നത്തെ വിഷയം 2077 ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. സത്യത്തിലെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനത്തിലേക്കാണ് നമ്മുടെ കേരളം കടക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കടക്കാൻ പോകുന്നത് 2027-28 അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ്സിലെ പ്രവേശനത്തിന് 6 വയസ്സ് നിർബന്ധമാക്കണമെന്ന് ആവശ്യപ്പെട്ട് SCRT പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് കേരളത്തിന് മാത്രമായിട്ട് 5 വയസ്സ് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. കേരളത്തിന് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല. ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്. 2027-28 5 വയസ്സ് പൂർത്തിയാകുന്ന കുട്ടികളെ ഒരു വർഷത്തേക്ക് കൂടി, ഇപ്പം നമ്മൾ 5 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് അടുത്ത ഈ വർഷം 5 വയസ്സ് തന്നെയാണ്. അടുത്ത വർഷമാണ് ഈ പറയുന്നത്. അങ്ങനെ 5 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾ അംഗൻവാടിയിലൊക്കെ പോയിട്ട് 5 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ചേരാൻ വരുമ്പോൾ അവർക്ക് 5 വയസ്സിൽ ചേർക്കാൻ വേണ്ടി കഴിയില്ല. 6 വയസ്സായാൽ മാത്രമേ ചേർക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ഒരു വർഷം കൂടി കുട്ടികളെ, അത്തരത്തിലുള്ള 5 വയസ്സ് പൂർത്തിയായ കുട്ടികളെ അടുത്ത വർഷം ഒരു വർഷം കൂടി അംഗനവാടികളിലോ അല്ലെങ്കിൽ പ്രീ പ്രൈമറികളിലോ, LKG UKG ഒക്കെ പല പ്രൈമറി സ്കൂളുകളിലും ഇപ്പോൾ LKG UKG ഉണ്ട്. അത്തരത്തിൽ പ്രീ പ്രൈമറികളിലോ ഇരുത്തി 6 വയസ്സാകുമ്പോൾ മാത്രം ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കുന്ന രീതിയാണ് വരാൻ പോകുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 75,000-നും 1,00,000-നും ഇടയ്ക്ക് വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാൻ കഴിയില്ല. വരുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. സത്യത്തിൽ ഈ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം 6 വയസ്സായിരിക്കണമെന്നാണ് ശരിക്കും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത്. ഒന്നാം ക്ലാസ് CBSE പോലെയുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇത്ര വയസ്സാവണം എന്നൊരു നിബന്ധന കൂടി അവിടെ വെക്കുകയാണ്. സത്യത്തിൽ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങൾ മാത്രമേ ഈ രീതിയിലേക്ക് മാറാൻ ബാക്കിയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ 6 വയസ്സ് എന്ന് പറയുന്ന രീതി വന്നു കഴിഞ്ഞു. മാറാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റിൽ കേരളവുമുണ്ട്. അതുകൊണ്ടാണ് 2027 ഇത് നടപ്പാക്കും എന്ന് പറയുന്നത്. ഈ വർഷം കൂടി 5 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കും. അടുത്ത വർഷം മുതൽ 6 വയസ്സുള്ള കുട്ടികളെ മാത്രമേ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് സൈദ്ധാന്തിക വശങ്ങളൊക്കെ പറയുമ്പോൾ 6 വയസ്സിന് മുമ്പാണ് ശരിക്കും മസ്തിഷ്ക വികാസം നടക്കുന്നതെന്നും ആ സമയത്ത് അക്ഷരാഭ്യാസം നടത്തുന്നത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നുമാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത്. അപ്പോൾ 6 വയസ്സ് വരെ കുട്ടിയെ കളിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഏർപ്പെടട്ടെ, 6 വയസ്സ് വരെ കുട്ടികളെ അക്ഷരാഭ്യാസം നടത്തണ്ട. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ ഈ മസ്തിഷ്ക വികാസം നടക്കുന്ന സമയത്ത്, അത് 6 വയസ്സിന് മുമ്പാണ്, ആ സമയത്ത് കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ആയിട്ട് പോകട്ടെ. 6 വയസ്സ് മുതൽ മാത്രം അക്ഷരാഭ്യാസം നടത്തിയാൽ മതി. അതിനു മുന്നേ നേരത്തെ തന്നെ ഇപ്പം നമ്മളെ രക്ഷിതാക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ, അംഗൻവാടിയിൽ പോയി 3 വയസ്സുള്ള കുട്ടിയായാലും 2 അക്ഷരങ്ങൾ എഴുതുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ രീതിയിലാണ് രക്ഷിതാക്കൾ ഈ വിദ്യാഭ്യാസത്തെ സമീപിക്കുന്നത്. എന്നാൽ വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് 6 വയസ്സിന് മുമ്പ് കുട്ടികൾ കളിക്കുകയും ആ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ പങ്കിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നാണ്. 6 വയസ്സ് മുതൽ മാത്രം ഈ അക്ഷരാഭ്യാസം നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ
ഇപ്പൊ 3 വയസ്സിലും 3.5 വയസ്സിലും ഒക്കെ അക്ഷരാഭ്യാസം തുടങ്ങിയാൽ അത് ആകെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്നാണ് പറയപ്പെടുന്നത്. നമ്മള് പിന്നെ 6 വയസ്സിലേക്ക് മാറുമ്പോൾ എന്താ നമുക്ക് ഗുണം, കേരളത്തിന് എന്താ ഗുണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഒട്ടുക്ക് നമ്മൾ തുല്യരാവുകയാണ്. ആഗോള നിലവാരവുമായും ബന്ധിപ്പിക്കാനും കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ ഒരു യൂണിഫോമിറ്റി ഇന്ത്യയിൽ ഒട്ടുക്കും 6 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഒരു ഏകീകൃത സ്വഭാവം വരുന്നു. കുട്ടികളുടെ നിലവാരം 6 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ എത്തിയാൽ കുട്ടികളുടെ നിലവാരം വളരെ അധികം ഉയരും എന്നാണ് ഒരു സങ്കല്പം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗോള നിലവാരവുമായിട്ട് കിടപിടിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ഈ കേരളത്തിലെ കുട്ടികൾക്ക് കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഇനി പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, സ്കൂളിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, അധ്യാപകർക്ക് എന്താണ് സംഭവിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ ഏകദേശം ഇപ്പം നടക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഒരു 50% നിലവിലുള്ള കേരളത്തിലെ കുട്ടികളുടെ അവസ്ഥയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ കേരളത്തിലെ ഈ 1-ാം ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് ഉള്ള കുട്ടികളുടെ ഒരു പൊതു അവസ്ഥ അത് നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം 50% കുട്ടികൾ ഇപ്പൊ 3 വയസ്സ് കൃത്യമായി കഴിഞ്ഞാൽ അംഗൻവാടിയിൽ പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ വാർഡുകളിലും അംഗൻവാടികളുണ്ട്. അംഗൻവാടികളിൽ ചേരാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 3 വയസ്സാണ്. ആ 3 വയസ്സിൽ അംഗൻവാടിയിൽ പോയിട്ട് പിന്നീട് 2 വർഷം നമ്മളിപ്പം മിക്കവാറും എല്ലാ LP സ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ വളരെയധികം LP സ്കൂളുകളോട് അറ്റാച്ച് ചെയ്തിട്ട് പ്രീ പ്രൈമറികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രീ പ്രൈമറിയിൽ 2 വർഷം പോവുക, അതിന് LKG UKG എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പ്രീ പ്രൈമറിയിൽ 2 വർഷം പഠിച്ച് അംഗൻവാടിയിൽ 1 വർഷം പഠിച്ച് 3 വയസ്സുള്ള കുട്ടി 6-ാം വയസ്സിൽ ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേരുന്നുണ്ട്. അങ്ങനെ ഒരു പകുതിക്കടുത്ത് ഇത്തരത്തിൽ അംഗൻവാടികളിലും പ്രീ പ്രൈമറിയിലും പോകുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ 6 വയസ്സിൽ തന്നെയാണ് 1-ാം ക്ലാസ്സിൽ ചേരുന്നത്. എന്നാൽ ഒരു വിഭാഗം കുട്ടികൾ, എല്ലാം നമ്മുടെ സാമൂഹിക പശ്ചാത്തലം വ്യത്യസ്തമാണ്, ഓരോ നാടിൻ്റെയും സാഹചര്യം വ്യത്യാസമാണ്, സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്, സാമ്പത്തിക അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ കൊണ്ട് പല കുട്ടികളും പല റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരു വിഭാഗം കുട്ടികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ 4 വയസ്സിൽ അംഗൻവാടിയിൽ പോകുന്നു. കാരണം അവർക്ക് അവിടെ പോകാനേ അവരുടെ സാഹചര്യം അനുവദിക്കുന്നുള്ളൂ. അംഗൻവാടിയിൽ പോയി 1 വർഷം അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് അവിടെയായിട്ട് ഇടപെട്ട് 5 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേരുകയാണ്. അതാണ് ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികളും ഇപ്പോൾ പ്രീ പ്രൈമറിയിൽ ചേരുന്നില്ല. കാരണം പല സ്ഥലങ്ങളിലും പ്രീ പ്രൈമറി ഇല്ല. എല്ലാ LP സ്കൂളുകളോടും അറ്റാച്ച് ചെയ്തിട്ട് പ്രീ പ്രൈമറികൾ ഇല്ല. ഫീസ് കൊടുത്തൊക്കെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ വലിയ ടൗണുകളിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിത സാഹചര്യം രക്ഷിതാക്കളുടെ മോശമായിരിക്കും. പിന്നെ പ്രീ പ്രൈമറിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരു പകുതിക്കടുത്ത് കുട്ടികളെങ്കിലും പ്രീ പ്രൈമറിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഇത്രയും കാലം ഭൂരിപക്ഷം കുട്ടികളും 5-ാം വയസ്സിലോ 5.5 വയസ്സിലോ ഒന്നിൽ ചേരുകയാണ് ചെയ്യുന്നത്. ഇതുവരെ എന്താന്ന് വെച്ചാൽ 4 വർഷവും 9 മാസവും പ്രായമായ കുട്ടികളെ വരെ 1-ാം ക്ലാസ്സിൽ ചേർക്കാമായിരുന്നു. കാരണം 5 വയസ്സ് എന്നുള്ളത് 3 മാസത്തെ ഇളവ് കൂടി വിദ്യാഭ്യാസ ഓഫീസർമാർ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 4 വയസ്സും 9 മാസവും മുതൽ 5 വയസ്സ് 5.5 വയസ്സ് 6 വയസ്സൊക്കെയുള്ള കുട്ടികളെ ആണ് ഒന്നിൽ ചേർന്നുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ രീതിയിൽ 6 വയസ്സിലേക്ക് കുറേ രക്ഷിതാക്കൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. 6 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേരുക എന്നുള്ള സങ്കല്പത്തിലേക്ക് രക്ഷിതാക്കൾ തന്നെ മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 1 വർഷം അംഗനവാടിയും 2 വർഷം പ്രീ പ്രൈമറിയും. ഇതിന് പല കാരണങ്ങളുണ്ട്. രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് എല്ലാ കുട്ടികളും 5 വയസ്സിൽ ഒന്നിൽ ചേരുന്നു,
അപ്പോൾ ഈ രക്ഷിതാക്കളുടെ ഒരു ആശങ്കയാണ് ഇനി ഞാൻ പറയുന്നത്. ഇങ്ങനെ ചേരുമ്പോൾ ഉള്ള 6 വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് ചേരുമ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളും 5 വയസ്സിൽ ചേർന്നാൽ എൻ്റെ കുട്ടിക്ക് ഒരു വർഷം നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു ആശങ്കയാണ്. ഈ 5 വയസ്സിലും 6 വയസ്സിലും ചേർക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഒരേ പ്രായമുള്ള കുട്ടികൾ പലരും 5 വയസ്സിൽ ചേരുന്നവർ എന്ത് ചെയ്യും? മുമ്പിൽ പോകും. 6 വയസ്സിൽ ചേരുന്നവര് പുറകിലായി നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഇങ്ങനെ വരുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം നടത്തേണ്ടി വരും. കാരണം 5 വയസ്സിൽ നിങ്ങളുടെ കുട്ടി 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ അവരെ ബോധവൽക്കരിക്കേണ്ടി വരും. മാത്രമല്ല 6 വയസ്സ് വരെ കുട്ടികൾ അംഗൻവാടിയിലോ പ്രീ പ്രൈമറിയിലോ നിർബന്ധമായിട്ടും തുടരേണ്ടതായിട്ടും വരും. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വരുന്നത് കൊണ്ട് മറ്റുള്ള കുട്ടികൾ 5 വയസ്സിൽ ചേരുന്നല്ലോ എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഒഴിവാകുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി നമുക്ക് സ്കൂളുകളിലേക്കൊന്ന് പോയി നോക്കാം. 5-ാമത്തെ വയസ്സിൽ ചേരേണ്ട കുട്ടികൾ വരാതിരിക്കുമ്പോൾ ശരിക്കും അവിടെ വലിയൊരു വിടവുണ്ടാവുകയാണ്. 5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് വരുന്നില്ല, 6 വയസ്സ് പ്രായമുള്ളവർ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അവിടെ വലിയൊരു വിടവ് ഉണ്ടാവും എന്ന ഉള്ള കാര്യത്തിൽ തർക്കമില്ല. 1-ാം ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറയാനാണ് സാധ്യത. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ പകുതിയായി കുറയാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരു 50% കുട്ടികളെങ്കിലും ഇപ്പോൾ 5 വയസ്സിലാണ് ചേർക്കുന്നത്, ബാക്കി 50% കുട്ടികൾ മാത്രമേ 6 വയസ്സിൽ 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്നുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് 5 വയസ്സിൽ ചേരേണ്ട 50% അവിടെ കുട്ടികൾ ആ 1-ാം ക്ലാസ്സിൽ ഇല്ലാതാകും. അവിടെ വലിയൊരു വിടവ് ഉണ്ടാവാനാണ് സാധ്യത. കേരളത്തിലെ സ്കൂളുകളിൽ നമുക്കറിയാലോ, പ്രധാനമായിട്ടും 2 സെക്ഷനുകളിൽ അൺഎയ്ഡഡ് നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് മേഖലയിലുമാണ് ഈ സ്കൂളുകൾ ഉള്ളത്. ഇപ്പോൾ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ 10 കുട്ടികളുള്ള കുറവ് ഉള്ള സ്കൂളുകൾ ഒരുപാടെണ്ണമുണ്ട്. 1-ാം ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ നിലവിൽ 10 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകൾ ഒരുപാടെണ്ണമുണ്ട്. അത്തരം സ്കൂളുകൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ സ്കൂളുകളിൽ ആരുമില്ലാത്ത 1-ാം ക്ലാസ്സിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ്. അത് ഗവൺമെന്റ് ആയാലും ശരി, എയ്ഡഡ് ആയാലും ശരി, മിക്കവാറും അതിനാണ് ഒരു സാധ്യത. ചില എയ്ഡഡ് സ്കൂളുകൾ മതിയായ എണ്ണം കുട്ടികൾ ഇല്ലാത്ത സ്കൂളുകളായിട്ട് മാറും. അതിന് അൺഎക്കണോമിക് എന്നൊക്കെ പറയും. ഒരു ക്ലാസ്സിൽ മിനിമം 15 കുട്ടികളെങ്കിലും വേണമെന്നാണ് നിയമം, മതിയായ എണ്ണം കുട്ടികൾ എന്ന് പറയുന്നു. അങ്ങനെ അല്ല എങ്കിൽ ആ LP സ്കൂൾ ആണെങ്കിൽ LP സ്കൂളിൽ ആകെ 60 കുട്ടികൾ ഉണ്ടെങ്കിലും മതിയായ എണ്ണം കുട്ടികളുള്ള സ്കൂളായിട്ട് പരിഗണിക്കുന്നുണ്ട്. ആ അവസ്ഥയ്ക്കും മാറ്റം വരാനാണ് സാധ്യത. കാരണം 1-ാം ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറയുന്ന ഒരവസ്ഥയിൽ അതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ അൺഎക്കണോമിക് ആയിട്ടുള്ള ഒരു എയ്ഡഡ് സ്കൂൾ, മതിയായ എണ്ണം കുട്ടികളില്ലാത്ത ഒരു എയ്ഡഡ് സ്കൂൾ ആണെങ്കിൽ അവിടെ നിയമിക്കുന്ന അധ്യാപകരെ ഡെയിലി വേജ് ആയിട്ട് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, വരാനിരിക്കുന്ന അതായത് 2027 മുതൽ 10 വർഷം ഈ പ്രശ്നം ഉണ്ടാവും. 1-2 വർഷങ്ങളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2027 1-ാം ക്ലാസ്സിലെ ഈ പ്രശ്നം ഉണ്ടാവുക, അത് 2028 ആവുമ്പോൾ 2-ാം ക്ലാസ്സിലാവും. 2-ാം ക്ലാസ്സിൽ കുട്ടികളില്ല. 2029 ആകുമ്പോഴത്തേക്ക് അത് 3-ാം ക്ലാസ്സിലാവും. 2030 ആവുമ്പോഴേക്ക് അത് 4-ാം ക്ലാസ് ആവും. ആ 2030 മാത്രമേ ഒരു LP സ്കൂളിനെ ബാധിക്കുന്ന ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. പിന്നെ അത് UPയിലേക്ക് പോകുന്നു. 2031 UPയിലേക്ക് ഇത് ബാധിക്കും. 5-ാം ക്ലാസ് 2032 6-ാം ക്ലാസ്സിലെത്തും. 6-ാം ക്ലാസ്സിലെത്തുമ്പോൾ സ്ഥിതി കുറച്ചുകൂടി ഗുരുതരാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 6-ാം ക്ലാസ്സിലെ ഒരു ഡിവിഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 35 കുട്ടികൾ. 1 മുതൽ 5 വരെ 30 കുട്ടികൾക്കാണ് ഒരു ഡിവിഷൻ. 31 കുട്ടികളായാൽ 2 ഡിവിഷൻ കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ ഇപ്പോൾ 2037 ഇപ്പോൾ 2027 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾ 2037 മാത്രമാണ് അവർ 10-ാം ക്ലാസ്സിലേക്ക് എത്തുക. 2036-37. അപ്പോൾ ആ 36-37 വരെ ഈ പ്രശ്നങ്ങൾ
വിവിധ LP UP ഹൈസ്കൂളുകളെ ബാധിച്ചുകൊണ്ടിരിക്കും. അവിടെ പി എസ് സി ടെസ്റ്റ് എഴുതുന്ന അധ്യാപകരെ ബാധിക്കും, റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാരെ ബാധിക്കും, ഒക്കെ ഉള്ള സാധ്യതകളാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് അധ്യാപകരുടെ ഒരവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാല് അധ്യാപക തസ്തികകൾ, എൻ്റെ ഒരു അഭിപ്രായത്തില് അധ്യാപക തസ്തികകൾ ഗണ്യമായി കുറയാനാണ് സാധ്യത, അല്ലെങ്കിൽ തസ്തികകൾ നഷ്ടപ്പെടാനാണ് സാധ്യത. ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഇപ്പൊ നമ്മൾ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളാണ്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 30 കുട്ടികളാണ്. ഇപ്പൊ ഒരു സ്കൂളിൽ നിലവിൽ 34 കുട്ടികൾ ഉണ്ടെന്ന് വെച്ചോ. നിലവിൽ അടുത്ത വർഷം ഈ 6 വയസ്സിന്റെ ഇത് എടുക്കുമ്പോൾ ആ കുട്ടികൾ 25 എന്ന് വെച്ചോ. 25 ആവുമ്പോൾ ഒരു ഡിവിഷൻ പോയി. ഒരു ഡിവിഷൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ ഔട്ടായി എന്നാണ് അർത്ഥം. പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അയാൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല, പുറത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള സ്റ്റാൻഡേർഡുകളിൽ ഒരു ഡിവിഷന് ഒരു ടീച്ചർ ആണ് കണക്ക്. ഒരു ഡിവിഷന് ഒരു ടീച്ചർ. 1-ാം ക്ലാസ്സിൽ 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ 2 ടീച്ചറാണ് ഉണ്ടാവുക. 4-ാം ക്ലാസ്സിൽ 3 ഡിവിഷൻ ഉണ്ടെങ്കിൽ 3 ടീച്ചറാണ് ഉണ്ടാവുക. അപ്പൊ LP ആകെ 12 ഡിവിഷൻ ഉണ്ടെങ്കിൽ 12 അധ്യാപകര് ഉണ്ടാവും. 12 അധ്യാപകരുണ്ടാവും. പിന്നെ നമ്മള് UP 12 അധ്യാപകർ, LP 12 അധ്യാപകരുണ്ടെങ്കിൽ 12 ഡിവിഷനും ഉണ്ടാവും. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു ഹെഡ് മാസ്റ്റർ അടക്കമാണ്. ഹെഡ് മാസ്റ്ററും ഒരു ഡിവിഷന്റെ ചാർജുള്ള ആളാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ വേറെ ഒരാളായിട്ടല്ല, ഡിവിഷൻ എത്രയുണ്ടോ അത്രയും ടീച്ചേഴ്സ്, അതിലൊരാൾ തന്നെയാണ് ഈ ഹെഡ് മാസ്റ്റർ. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഇതെന്താന്ന് വെച്ചാൽ 150 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളാണെങ്കിൽ അവിടെ ഹെഡ് മാസ്റ്ററിനെ സഹായിക്കാൻ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു അധ്യാപകരെ വെക്കാവുന്നതാണ്, പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ വെക്കാവുന്നതാണ് ഇപ്പോൾ റൂള്. അതിനാണ് നമ്മൾ HTV വേക്കൻസി എന്ന് പറയുന്നത്, ഹെഡ് ടീച്ചർ വേക്കൻസി. ആ ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നതിൽ സാധാരണഗതിയിൽ പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഡെയിലി വേജുകാരെയും ഇപ്പോൾ ആ തസ്തികയിൽ വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ HTV വേക്കൻസി എന്ന് പറയുന്നത് ഒരു തസ്തിക അല്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതൊരു പോസ്റ്റ് അല്ല, ഒരു താൽക്കാലികമായിട്ട് ഉള്ള ഒരു സംവിധാനം മാത്രമാണ്. ഇനി ഒരു ഡിവിഷൻ, ചില ക്ലാസ്സുകളിൽ ഒരു ഡിവിഷൻ മാത്രം ആവണമെന്നില്ല. മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു LP സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ 61 കുട്ടികൾ ഉണ്ടായിരുന്നു ഈ വർഷം. അടുത്ത വർഷം 6 വയസ്സെന്ന് പറയുന്ന നിബന്ധന കർശനമാക്കിയപ്പോൾ അവിടെ ആ കുട്ടിയുടെ എണ്ണം 29 മാറി. 61 എന്നുള്ളത് 29 എങ്കിൽ അവിടെ 2 ഡിവിഷൻ പോയി കഴിഞ്ഞു. 2 ഡിവിഷൻ പോവുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള 2 അധ്യാപകർ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. ഇതിൽ തന്നെ 2021 വരെ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുതിയ ഒരു സാഹചര്യം വന്നാൽ പ്രൊട്ടക്ഷൻ എങ്ങനെ നടപ്പിലാകും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. പ്രൊട്ടക്ഷൻ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിലും ഇത് ബാധകമാണ്. പിന്നെ എയ്ഡഡ് സ്കൂളിൽ മാത്രമല്ല, ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന ഡിവിഷൻ ഫാള് വലിയ പ്രശ്നമാകും. ഡിവിഷൻ ഫാള് കാരണം റിട്ടയർമെന്റ് ഒഴിവുകളിലേക്ക് നിലവിലുള്ളവരെ പുനർവിന്യസിക്കേണ്ടി വരും. ഈ ഡിവിഷൻ ഫാള് മൂലം അധ്യാപകർ ഓരോ സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിൽ എങ്ങനെയാന്ന് വെച്ചാൽ റിട്ടയർ ചെയ്ത മറ്റ് സ്കൂളുകളിൽ ഒഴിവ് വരും, അവിടത്തേക്ക് ഇവരെ പുനർവിന്യസിക്കുക ചെയ്യാം. അങ്ങനെ പുനർവിന്യസിച്ചിട്ടും കുറെ ആൾക്കാർ ബാക്കി വന്നാൽ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യാറ് സാധാരണഗതിയിൽ അഡ്വൈസ് വരെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നേക്കാം. പക്ഷെ അതൊക്കെ ഗവൺമെന്റ് അതിന് അധ്യാപകർക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്തെങ്കിലും എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫലത്തില് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ നിയമനം ഇല്ലാത്ത ഒരവസ്ഥ വരും. നമ്മൾ ഓർമ്മിക്കുക, അടുത്ത വർഷമാണ്, ഈ വർഷമല്ല. അതുകൊണ്ട് ഈ വർഷം കൂടി LP റാങ്ക് ലിസ്റ്റിന് UP വരാനിരിക്കുന്നുള്ളൂ. UPയുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 2031 മാത്രമേ UPയിലേക്ക് ഈ പ്രശ്നം ബാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത 4 വർഷങ്ങൾ ബാധിക്കുന്നത് LPയിലാണ്. അപ്പോൾ LPയിൽ അടുത്ത വർഷം ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ LPയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് വീണ്ടും നിയമനം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാം.
ഞാനിതൊരു നിങ്ങൾക്ക് പേടിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ ഒന്നും പറയുന്നതല്ല. ഇപ്പോൾ പോസ്റ്റ് ഇല്ലാതെ ഇത്തരത്തിൽ വരുമ്പോൾ, ഒരു വലിയ വിടവ് വരുമ്പോൾ, പോസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പുതിയ നിയമനം LP റാങ്ക് ലിസ്റ്റിൽ നിന്ന് അടുത്ത കൊല്ലം, ഈ വർഷം കുഴപ്പമില്ല, അടുത്ത കൊല്ലത്തേക്ക് ഇത്തരത്തിലൊരു തീരുമാനം വന്നാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയവരെ നിയമിക്കുന്നതിനൊക്കെ ഒരു തടസ്സം ഉണ്ടാവും എന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തീർച്ചയായിട്ടും ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് വരാനിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രതിസന്ധി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന് പരിഹാരം എന്ന കാര്യത്തിൽ അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. പല മാർഗങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഈ 6 വയസ്സ് എന്നുള്ളത്, നമ്മളിപ്പോൾ 5 വയസ്സ് എന്നുള്ളത് 3 മാസം കണ്ടോണേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 വയസ്സ് എന്നുള്ളത് ഒരു 3 മാസം കണ്ടോണേഷൻ കൊടുത്താൽ അപ്പോൾ 5 വർഷവും 9 മാസവും ഉള്ള കുട്ടിക്ക് ചേരാം. അപ്പോൾ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇത് KERലുള്ള കാര്യമാണ്. 5 വയസ്സിന് 3 മാസം കണ്ടോണേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 6 വയസ്സിലും ചെയ്താൽ ഒരു ചെറിയ വ്യത്യാസം, കുട്ടികളുടെ എണ്ണത്തിൽ ചെറിയൊരു വർധനവ് വരുത്താൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, സൂപ്പർ ന്യൂമറി തസ്തികകളായിട്ട് വെച്ചുകൊണ്ട് ഈ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവരെ നിയമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്ന. സൂപ്പർ ന്യൂമറി തസ്തികകളായിട്ട് അവരെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു പരിഹാരം. മൂന്നാമത്തെ ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്, അധ്യാപകരെ നിലനിർത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫ് ഫിക്സേഷനിൽ നിലവിലുള്ള കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക. അത് എത്രത്തോളം പ്രായോഗികമായി ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിയമപരമായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ 1 മുതൽ 5 വരെ 30, 6 മുതൽ 8 വരെ 35, 9ലും 10ലും 45, അങ്ങനെയാണ് കുട്ടികളുടെ എണ്ണം ഡിവിഷന് വേണ്ടത്. അപ്പോൾ ആ കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തൽക്കാലം ഇപ്പോൾ LPയിലും 1-ാം ക്ലാസ്സിൽ മാത്രം മതി, അല്ലെ LPയിൽ മാത്രം മതി. ആ വിഭാഗത്തിൽ എണ്ണം കുറച്ചുകൊണ്ട് ഈ അധ്യാപകരുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അധ്യാപകരുടേതല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഡിവിഷനുകൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും, എല്ലാ അധ്യാപകർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള മറ്റൊരു പരിഹാരം. ഇനി ഇതൊന്നുമല്ലാത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഈ അഡീഷണൽ പോസ്റ്റുകളിൽ എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടിടത്തും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഗവൺമെന്റ് സ്കൂളിലും പ്രശ്നമുണ്ട്, എയ്ഡഡ് സ്കൂളിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലെ അഡീഷണൽ പോസ്റ്റിൽ ആ 1:1 എന്ന് പറയുന്നത് എടുത്തു കളയാം ശരിക്കും. അപ്പോൾ കുറച്ച് അവിടെ ഡെയിലി വേജ് ഒക്കെ ആയിട്ട് നിൽക്കുന്നിടത്തേക്ക് ഈ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള അധ്യാപകരെ നിയമിക്കാൻ പറ്റും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ 1:1 അഡീഷണൽ പോസ്റ്റുകളിൽ ഒരു പോസ്റ്റ് മാനേജർ നിയമിക്കുമ്പോൾ ഒരു പോസ്റ്റ് സർക്കാരിന് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അതാണ് 1:1 എന്ന് പറയുന്നത്. ആ സംവിധാനം എടുത്തു കളഞ്ഞാൽ കുറേ അധ്യാപകർക്ക് ആ രീതിയിലും നമുക്ക് അവിടെ നിലനിന്ന് പോകാൻ വേണ്ടി ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്തു തന്നെയല്ല, ഇതൊക്കെ എൻ്റെ ഒരു വെറുതെ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതിലൊക്കെ ഭരണതലത്തിൽ വലിയ ചർച്ചകളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അധ്യാപകർക്ക് ജോലി നഷ്ടം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയും വേണം. അതുകൊണ്ട് 2027 ഈ വിഷയം വന്നാലും അധ്യാപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഈ ഒരു പുതിയതായിട്ടുള്ള ഒരു രീതി വരുമ്പോൾ അതിന്റെ കാരണക്കാർ അധ്യാപകരല്ല. അപ്പോൾ ആരൊക്കെയാണോ പുറത്തേക്ക് പോകേണ്ടി വരിക അതിന് അവരുടേതായ കാരണങ്ങളല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഗവൺമെന്റ് തലത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇത് ശരിക്കും ഒരു നെഗറ്റീവ് ആണോ എന്ന് തന്നെ നമുക്ക് തോന്നും. പക്ഷേ നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഇതിലുണ്ട്. ഇങ്ങനെ വന്നാൽ ഇന്ത്യ ഒട്ടുക്കും ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ കേരളത്തിന് മാത്രമായിട്ട് മാറി നിൽക്കാനും കഴിയില്ല. അങ്ങനെ അത് 6 വയസ്സെന്നുള്ള ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ
സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അധ്യാപക തസ്തികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തു തന്നെയായാലും അതിനൊക്കെ പരിഹാരമുണ്ടാവും എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.